വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാനും കൊല്ലപ്പെട്ട ഫർസാനയും തമ്മിലുള്ള ബന്ധം തനിക്കും അറിയാമായിരുന്നതായി അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം. ഒരു ബന്ധു വഴിയാണ് ഇവരുടെ ബന്ധത്തെക്കുറിച്ച് അറിഞ്ഞതെങ്കിലും പിന്നീട് ഇതേക്കുറിച്ച് നേരിട്ട് ചോദിക്കുകയായിരുന്നുവെന്നാണ് അബ്ദുൾ റഹീം ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. ബന്ധുവഴി ഫർസാനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഭാര്യയോട് ചോദിച്ചു. അപ്പോൾ ഒപ്പം പഠിച്ച പെൺകുട്ടിയാണെന്ന് പറഞ്ഞു. പിന്നീട് അഫാനോട് നേരിട്ട് ചോദിച്ചു. ഉമ്മ വെറുതെ പറയുന്നതാണെന്നായിരുന്നു മറുപടി. സംഭവം ഉള്ളതാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിൽ വെക്ക്. ഒരു 27 വയസ്സാകട്ടെ, ജോലിയൊക്കെ ആയ ശേഷം നമുക്ക് നോക്കാം. എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നാണ് താൻ മകനോട് പറഞ്ഞതെന്നും റഹീം പറഞ്ഞു. ഫർസാനയുടെ ഫോട്ടോ താൻ അഫാനോട് ചോദിച്ചിരുന്നുവെന്നും എന്നാൽ തരാൻ അഫാൻ കൂട്ടാക്കിയില്ലെന്നും അബ്ദുൾ റഹീം വെളിപ്പെടുത്തി. ഇളയ മകനായ അഫ്സാനാണ് ഫർസാനയുടെ ചിത്രം അയച്ചു തന്നത്. അങ്ങനെ ഫർസാനെ കണ്ടിട്ടുണ്ടെന്നും റഹീം പറയുന്നു. പെൺകുട്ടിയുടെ കുടുംബത്തെ പോയി കാണണമെന്നുണ്ട്. അവരോട് മാപ്പിരുന്ന് രമ്യതയിലെത്തണമെന്നുണ്ട്. തൻ്റെ മകൻ കാരണമാണ് അവർക്ക് സ്വന്തം മകളെ നഷ്ടമായത്. വീട്ടുകാരുടെ പ്രതികരണം ഭയന്നാണ് അവിടേക്ക് പോകാത്തതെന്നും അബ്ദുൾ റഹീം മാധ്യമങ്ങളോട് പറഞ്ഞു. കുടുംബത്തിൻ്റെ സാമ്പത്തിക ബാധ്യതകൾ തീർക്കാമെന്നും അതിൽ വിഷമിക്കേണ്ടെന്നും താൻ മകൻ അഫാനോട് പറഞ്ഞിരുന്നുവെന്നും റഹീം പറയുന്നു. മുതല കിടക്കയല്ലേ, അത് വിൽക്കാമെന്നും അങ്ങനെ ബാധ്യത തീർക്കാമെന്നും പറഞ്ഞതാണ്. അതിനനുസരിച്ച് വീടും സ്ഥലവും കാണാൻ ബ്രോക്കർമാരെ കൊണ്ടുവന്ന് നോക്കിയതാണെന്നും അബ്ദുൾ റഹീം പറഞ്ഞു. നാട്ടിൽ 15 ലക്ഷം രൂപയ്ക്കകത്തും ഗൾഫിൽ 10 ലക്ഷം രൂപയോളവുമാണ് തനിക്കും കുടുംബത്തിനുമായി ഉണ്ടായിരുന്ന കടബാധ്യത. അതല്ലാതെ അഫാൻ പറയുന്ന 65 ലക്ഷത്തിൻ്റെ കാര്യം അറിവില്ലെന്ന് റഹീം വെളിപ്പെടുത്തുന്നു.